ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൺചട്ടിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ കറീൻ്റെ വീഡിയോ ഞാൻ കുറേ ഇട്ടിക്കണം. ഇനി ചിക്കൻ കറി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എന്നും ഇടുന്ന പോലെയല്ല, ഇത് വേറെയാണ്, വെറൈറ്റിയാണ്. എന്നാലും നിങ്ങൾ കാണേണ്ടിയോ കണ്ടോളി. ഓഡിയോ വേറെ, വീഡിയോ വേറെ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സൗണ്ടില്ല. കുറച്ച് നേരം ഒന്ന് സൗണ്ട് ഇടുന്നോ വായ്പെടുത്ത വന്ന മാതിരി എനിക്ക് തോന്നുന്നത്. സൗണ്ട് ഇപ്പം ഇടയിലൊന്ന് വന്നു പോയത്, അതുകൊണ്ട് രണ്ട് വർത്താനം പറയാൻ വിചാരിച്ച് വന്നതാണ്. അപ്പം ഞാൻ യൂട്യൂബിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്ന് പറയാമെന്ന് കരുതി. ഇനി ആർക്കെങ്കിലും അതെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ചാനൽ മോണിറ്റേഷൻ ആയി കഴിഞ്ഞാൽ ഉടനടി കായ് കിട്ടുമെന്നുള്ള ആഗ്രഹമല്ലോല് എന്ത് ചെയ്യുക, കിട്ടൂല കേട്ടോ. ചാനൽ മോണിറ്റേഷൻ ആയാൽ ഞാൻ വിചാരിച്ചിനി ചാനൽ മോണിറ്റേഷൻ ആയാൽ ഉടനടി തന്നെ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിനി. അപ്പോൾ മോണിറ്റേഷൻ ആകാൻ എന്തൊക്കെ ചെയ്യേണ്ടത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് ഇടങ്ങേറായി. വീഡിയോ എൻ്റെ ഒരു പൊറാട്ടൻ്റെ വീഡിയോ ഉണ്ടായിന്. ആ പൊറാട്ടൻ്റെ വീഡിയോ 1,00,000 വ്യൂസിലെത്തിച്ചിട്ടുണ്ടായി കേട്ടോ. ഇത് ചുമക്കുള്ള മരുന്നാണ്. ചുമക്ക് ഉടനടി ആശ്വാസമാണ്. ഇത് കഴിച്ചാൽ ഉടനടി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളി. മഞ്ഞളും തേനും കുരുമുളക് പൊടിയും ചാലിച്ച് കണ്ട് കഴിച്ചാൽ, ഇതുപോലെ ചാലിച്ച് കഴിച്ചാൽ ഏത് വിട്ടുമാറാത്ത അകാല ചുമ മാറും എന്നാണ് പറയുന്നത്. അകാല നേരാന്നൊക്കെ നിങ്ങൾ കേട്ടില്ല. എത്ര വിട്ടുമാറാത്ത ചുമയും മാറും. ഉടനടി ആശ്വാസം. നല്ല കുരുമുളക് പൊടി ആവണം കേട്ടോ, നല്ല മഞ്ഞൾപ്പൊടി ആവണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളെ പറയാൻ. പിന്നെ ഇത് പാലിൽ പ്രോട്ടീൻ കലക്കുകയാണ്. കുട്ടികൾക്ക് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതാണ്. ശക്തി ബുദ്ധിയൊക്കെ ഉണ്ടാവും. പ്രോട്ടീൻ കലക്കുക. സ്കൂളിൽ പാലില്ലാത്ത ദിവസം ഞാൻ ഇവിടെ വീട്ടിൽ കലക്കിയാണ് കൊടുക്കും പ്രോട്ടീൻ. എന്നിട്ട് അത് കഴിച്ചിട്ട് ഓല് സ്കൂളിലേക്ക് പോവുക. അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയാണ്. അപ്പോൾ ചാനൽ മോണിറ്റേഷൻ ആയാൽ ഉടനടി പൈസ കിട്ടൂല കേട്ടോ. പൈസ കിട്ടൂല പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഒരു ഇതല്ലേ ഇപ്പം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചാനൽ മോണിറ്റേഷൻ 1,00,000 വ്യൂസിലെത്തിയിട്ടോ. എൻ്റെ പൊറാട്ടൻ്റെ ഒരു വീഡിയോ 1,02,000 ചില്ലാനം വ്യൂസൊക്കെ എത്തി. ആ വ്യൂസൊക്കെ എത്തിയപ്പോൾ എൻ്റെ വിചാരം ഇനിയിപ്പം ചാനലൊക്കെ മോണിറ്റേഷനായി, എല്ലാം ശരിയായി. ഇനിയിപ്പോൾ വേഗം കായ് വാങ്ങി സിറ്റൗട്ടിലവിടെ കായും കാത്ത് കുത്തിർന്നാൽ മതിയല്ലോ. കായ് ഇങ്ങനെ കിട്ടൽ തുടങ്ങും, ഇങ്ങനെ നിരന്തരം കിട്ടൽ തുടങ്ങും. ഓരോരുത്തർക്ക് കിട്ടണം. ഇങ്ങനെ നമ്മൾ കേൾക്കണമല്ലേ, എന്നിങ്ങനെ കേൾക്കണമല്ലേ. ഇങ്ങനെ നമ്മളാണെങ്കിൽ തന്നെ ഈ കാര്യം നെറ്റിലൊക്കെ പോയിട്ട് അടിച്ചു വെക്കുക, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യണത് ഈ കാര്യം ഓൽക്ക് കായിട്ടോ മറ്റുള്ളവർക്ക് കായിട്ടോ അങ്ങനെ പൈസ കിട്ടിയോ ആ ഒരു അന്വേഷണത്തിൽ തന്നെ ഈ കാര്യം നമ്മൾ അങ്ങനെ ഇങ്ങനെ പലരും വീട് കയറ്റുന്നത്, പല ആളുകൾ പൈസ അവിടുന്ന് കിട്ടണേ ഇവിടുന്ന് കിട്ടണേ. വെറും കിട്ടിയത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. കിട്ടാത്തതൊന്നും നമ്മളറിയില്ല. കിട്ടിയ കേസുകൾ മാത്രം നമ്മളിങ്ങനെ അന്വേഷിക്കും. ഏതായാലും ചാനൽ മോണിറ്റേഷൻ ആയാൽ കിട്ടൂല കേട്ടോ, ഉടനടി കിട്ടൂല. ഞാനിവിടെ ചാനൽ മോണിറ്റേഷൻ ആയാൽ $100 തികയണം. അപ്പോൾ $100 തികയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മണ്ടി ചാടി വന്നാലൊന്നും $100 തികയൂല കേട്ടോ. അവിടെ അപ്പോൾ ഞാൻ ഇത്രയും കാലം വീഡിയോ ഇടൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ നോമ്പിനാണ് എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുള്ളത്. ചാനൽ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ നോമ്പിന് കേട്ടോ. അപ്പോൾ ഒരു നോമ്പാവാനായിട്ടൊരു നോമ്പ്, ഇനിയിപ്പോൾ അടുത്ത നോമ്പാകാനായില്ലേ, ഇപ്പോൾ 1 വർഷം ആകാനായി ഇപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു പൊറാട്ടൻ്റെ വീഡിയോ ഇട്ടിന്. ഒരു 4-5 വീഡിയോ കഴിഞ്ഞിട്ടാണ് ആ പൊറാട്ടൻ്റെ വീഡിയോ കേട്ടോ. ആ വീഡിയോ അങ്ങോട്ട് 10 മിനിറ്റിൻ്റെ വീഡിയോ. ആ 10 മിനിറ്റിൻ്റെ വീഡിയോ അങ്ങോട്ട് വൈറലായി. 1,00,000 ചില്ലാനം വ്യൂസൊക്കെ എത്തി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചാനൽ മോണിറ്റേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. അന്നൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, കുത്തനെ കീപ്പെട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുക. കാരണം എന്താണെന്ന് മനസ്സിലാണില്ല. ഞാൻ മനസ്സിലാക്കിയ കാരണം എന്താ വെച്ചാൽ, ലൈവ് ന്യൂസിൻ്റെ ഇപ്പോൾ പിന്നാലെ പാഞ്ഞാൽ നമുക്ക് 10 വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ആക്സിഡൻറ്റ് നടക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ഓടിപ്പാഞ്ഞ് മണ്ടി ചെന്ന് ക്യാമറയായിട്ട് മണ്ടി ചെന്ന് കണ്ട് അവിടെ ചെന്ന് കണ്ട് വീഡിയോ എടുത്താൽ അതിന് വ്യൂസ് കിട്ടും. കാരണം അത് നിരന്തരം ഇങ്ങനെ ആളുകൾ ലൈവ് ന്യൂസിൻ്റെ ഒപ്പം നടക്കണം. അല്ല നമ്മളെ ഈ ചട്ടിയും പാത്രം കണ്ട് അതിൻ്റെ പിന്നാലെ ഒന്നും ഇപ്പോൾ ആരും വരുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ അത്രത്തോളം വെറൈറ്റി റെസിപ്പി ആയിട്ട് വരണം. ഞാൻ കുറേ വെറൈറ്റി റെസിപ്പി തന്നെയാണ് വരൽ. നല്ല ടേസ്റ്റുള്ള റെസിപ്പികളാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ നല്ല രസമുള്ള റെസിപ്പിയൊക്കെയാണ് ഉണ്ടാക്കൽ. എന്നാലും എന്താ അറിയില്ല, വ്യൂസ് ഇങ്ങോട്ട് പൊന്തി കിട്ടൂല. എന്തായാലും എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തുടങ്ങിയ സ്ഥിതിക്ക് നിർത്തിയാണ്ട് മാനം കളയാനാകൂല. തുടങ്ങിയ സ്ഥിതിക്ക് തുടർന്ന് മുന്നോട്ട് പോകുന്നേ, വേറെ എന്ത് ചെയ്യാനാണ്. നമ്മൾ ഏതായാലും തുടങ്ങുമ്പോഴേ ആളുകൾ വിചാരിക്കും ഇതിൽ നിന്ന് കിട്ടലുണ്ടാവില്ലടി, അതിൽ നിന്ന് കിട്ടൂല, അങ്ങനെ കിട്ടൂല. കിട്ടാത്ത കേസേ നമ്മളോട് പറഞ്ഞു തരുള്ളൂ. ഇനിയിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പറയും യൂട്യൂബത്തെ കായ് പറ്റൂല, ഹറാമാണ്, ഹലാലാണ് എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും യൂട്യൂബ് എത്ര ചാനലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് മാത്രമൊന്നുമല്ലല്ലോ, കുറേ ആളുകൾക്ക് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയവരൊക്കെ പൈസക്ക് തന്നെയാണ് നടക്കുന്നത്. അല്ല വെറുതെ ഒന്നും ഇപ്പോൾ ആരും അവനവൻ്റെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് ഒരാൾക്കും ക്ലാസ് എടുത്തെടുക്കാനൊന്നും ഒരാളും നിൽക്കില്ല. ഞാൻ പൈസക്ക് തന്നെയാണ് കേട്ടോ, ഇല്ല സത്യം തുറന്ന് പറയാമല്ലോ, പൈസക്ക് തന്നെയാണ്. പിന്നെ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാവും യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ എല്ലാവരും പൈസക്ക് തന്നെയാണ് ചാനൽ തുടങ്ങണേ. ഞാനൊറ്റക്കൊന്നല്ല, എല്ലാവരും ഇത് ആരൊക്കെയാണോ ചാനൽ തുടങ്ങിയ ഓലൊക്കെ യൂട്യൂബിൽ വരുന്ന
വീഡിയോസൊക്കെ പൈസക്ക് തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കണത്. അല്ല വെറുതെ ഒരു എന്തെങ്കിലും അറിയാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പറയണമെന്നൊന്നുമില്ലല്ലോ. അതിനൊന്നും വെറുതെ ഒന്നും ആരും പറയാൻ നിൽക്കില്ല. എല്ലാവരും പൈസക്ക് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ സാധാരണക്കാർ സാധാരണ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഇന്ന ആൾക്കാർ നല്ലത് പറഞ്ഞു തരികയാണ്, ഇന്നൊരു അതാണ് നല്ലതും ചീത്തയൊക്കെ നമുക്ക് അതിന് തരം തിരിച്ച് നമുക്ക് കാണാനുള്ള ഒരു അവസരം നമ്മൾക്കുണ്ട്. നമ്മളടുത്താണല്ലോ ഫോണില്ലത്. അപ്പം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. അല്ലാത്തവരൊക്കെ കാണുന്നോലും മുഴുവനും നമുക്ക് ഉപകാരത്തിന് കാണാണ്. വീഡിയോ ഇടണോലും മുഴുവനും പൈസക്ക് തന്നെയാണ് കേട്ടോ. അത്ര തന്നെ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ വെറുതെ ഒന്നും ഒരാൾ ഇടൂല. ഞാൻ അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെന്താ വർത്താനം? അപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ കിട്ടൂല കേട്ടോ. ഇനി എനിക്കായത് $12. 12 പോയിൻ്റ് എത്രയേ ഡോളറായിട്ടുള്ളൂ. ഇനി എത്രങ്ങാനും പോകണം, $100 ആവാം. ഇന്നും നാളെ ഒന്നും ഏതായാലും കിട്ടൂല. ഇനി അഥവാ എങ്ങാനും വീഡിയോ വൈറലായി കഴിഞ്ഞാൽ കിട്ടിയെങ്കിലായി. എനിക്ക് ആ പൊറാട്ടമ്മ വെറും $4 ചില്ലറേ കയറിയിട്ടുള്ളൂ. 4.66 അങ്ങനെ എത്രയേ കയറിയിട്ടുള്ളൂ. $4 പിന്നെ എത്ര പോയിൻറ്റ് 66 പോയിൻ്റൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പോൾ $1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 80 രൂപയാണ്. അങ്ങനെ $4 ആ പൊറാട്ടമ്മ കയറിയിട്ടുള്ളൂ. പിന്നെ ചില്ലറ ഡോളറുകൾ ഓരോ റെസിപ്പിമേലും കയറി. അങ്ങനെ 12 ചില്ലറ ഡോളറേ ആയിട്ടുള്ളൂ. ഈ $100 ഇനിയാണ് 4 പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ നമുക്ക് ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ മല്ലിച്ചപ്പ്, പുതിന, ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ടിന്നിൽ അടിച്ച് വെച്ചാൽ കുറേ കാലങ്ങൾ നിൽക്കും കേട്ടോ. അത് ഇവിടെ നിൽക്കും, കുറേ കാലങ്ങൾ നിൽക്കും. ഇത് കരിവേപ്പിൻ്റെ ഇല ആയാലും മല്ലിച്ചപ്പിൻ്റെ ഇല ആയാലും കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ കുറേ കാലം. മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് കണ്ട് ടിന്നിലിട്ട് വെക്കുക. അതുപോലെ കറിവേപ്പില ഊരികാണ്ട് ഇതുപോലെ ടിന്നിലിട്ട് വെക്കുക. പച്ചമുളക് നെട്ടിക്കളഞ്ഞ് വെക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ കാലങ്ങൾ നിൽക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും കേടാവൂല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലല്ലോ. 100 വെളുത്തുള്ളിക്ക് 36 രൂപയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വെളുത്തുള്ളി വാങ്ങുമ്പോഴൊക്കെ കരുതിയിട്ട് ഉപയോഗിച്ചോളി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ വെട്ടത്തിലേക്ക് വീണ്ടും നീങ്ങാൻ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രയും ലൈക്ക് അടിച്ചവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് വീഡിയോക്ക് കമൻ്റ് ഇട്ടവർക്കും എല്ലാവർക്കും ഈ അവസരഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.